ഇവിടെ ഏറ്റവും അൺഫോർച്ചുനേറ്റ് ഒരു കാര്യം നമ്മുടെ നാട്ടിൽ 10-20 കൊല്ലം നടക്കുന്നത്, ഈ രണ്ട് പാർട്ടിയും LDFും UDFും ചെയ്യുന്നത് 100% 24/7 365 ദിവസം രാഷ്ട്രീയം. അവർക്ക് വികസനമോ പുരോഗതിയോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അതിനൊരു താല്പര്യമോ ഒരു പദ്ധതിയോ ഒരു സ്കീമോ ഒരു പോളിസിയോ ഉണ്ടാക്കാൻ ഒരു ഇഷ്ടമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ഇതാണ് സത്യം, ഇതാണ് ഫാക്ട്. അപ്പോൾ ഈ വേൾഡ് എൻവയറമെന്റ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം? ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് ചിന്തിക്കാനും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡലിനെ കുറിച്ച് സംസാരിക്കാനും ഒരു ഡിബേറ്റ് ചെയ്യാനും ഒരു അവസരമാണ്. ആ ദിവസവും അവർ രാഷ്ട്രീയം കളിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇതുവരെ നമ്മൾ ഈ നാട്ടിൽ കണ്ടത് ഒരു അവസരവാദ രാഷ്ട്രീയം മാത്രമായിട്ട് ഈ രണ്ട് പാർട്ടികളും ഈ രണ്ട് മുന്നണികളും ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഇനി വേണ്ടത് ഒരു വികസനം, അതിന്റെ ഒരു കാഴ്ചപ്പാടും അതിന്റെ ഒരു വിഷനാണ് BJP NDA മുമ്പോട്ട് വെക്കാൻ പോകുന്നത്. അല്ല, അത് ഞാൻ അതിൽ ഞാൻ കയറാൻ പോകുന്നില്ല. എന്തുകൊണ്ട് ചെയ്തു, ആരാണ് അത് ചെയ്തത്, എന്ത് കാരണം, അതെല്ലാം അവര് ക്ലാരിഫൈ ചെയ്യട്ടെ. എനിക്കറിയില്ലല്ലോ അതിനെക്കുറിച്ച്. അതല്ല ഞാൻ പറഞ്ഞത്. അത് ഞാനല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അസംബ്ലിയിൽ പറഞ്ഞത്. മരുമകൻ ഇങ്ങനെ പോയി നടന്ന് ഓടിയിട്ട് ആകെ ഉണ്ടാകിയ ഈ നാട്ടിലൊരു ഡെവലപ്മെന്റ്, ഒരു നാഷണൽ ഹൈവേ ആണ്, അതും ചെയ്തത് നരേന്ദ്രമോദിജിയാണ്, നിതിൻ ഗഡ്കരിജിയാണ്. അത് ക്രെഡിറ്റ് എടുക്കുന്ന സമയത്ത് അത് ഞങ്ങളുടെ പ്രോജക്റ്റാണെന്ന് പറഞ്ഞത് LDF നടക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കോൺട്രാക്ടർ തെറ്റ് ചെയ്യുമ്പോൾ അല്ല, അത് ഞങ്ങളല്ല, അത് NHA ആണ് ചെയ്തത്. അതാണ് അവരുടെ ഒരു അവസരവാദ രാഷ്ട്രീയം. അവർക്ക് വികസനത്തെക്കുറിച്ച് 10 കൊല്ലം അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. എന്താണ് ചെയ്തത്? ഒരു ഒറ്റ പദ്ധതി അല്ലെങ്കിൽ ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം അവരുണ്ടാക്കിയിട്ടുണ്ടോ ചോദിക്കൂ. ചെയ്തിട്ടില്ല. അതാണ് സത്യം, അതാണ് ട്രൂത്ത്. നോക്കൂ, നിലമ്പൂർ വളരെ ഒരു വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ആദ്യം ഞാൻ പറഞ്ഞു, ഇന്നും പറയുന്നു, ഒരു അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ്. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു കാരണമായിട്ടാണ് PV അൻവർ അദ്ദേഹം തന്നെ മത്സരിക്കുന്നു. അതിൽ എന്തൊരു ലോജിക്കാണത്? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് മനസ്സിലാക്കുന്നു. അവിടെ ഒരു മത്സരം, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 4 ഇന്ത്യ മുന്നണിയുണ്ട് കാൻഡിഡേറ്റ്. അത് CPM-ഉം അത് UDF-ഉം PV അൻവറും SDPI-യും 4 മുന്നണിയും 4 കാൻഡിഡേറ്റ് ഇന്ത്യ അലയൻസിന്റെ. ഒരൊറ്റ കാൻഡിഡേറ്റ് ഉള്ളൂ അവിടെ വികസനവും പുരോഗതിനെ കുറിച്ച് പറയുന്ന ഒരു കാൻഡിഡേറ്റ്. അതാണ് NDA-ന്റെ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവിടെ നിലമ്പൂരിൽ രണ്ട് ചോയ്സാ. ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ അലയൻസിന്റെ രാഷ്ട്രീയം, ഇന്ത്യ അലയൻസ് വികസന വിരുദ്ധ അവരുടെ ഒരു രാഷ്ട്രീയം. മറ്റേ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ BJP NDA കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത് കാണിച്ച ഒരു പുരോഗതിയും വികസനത്തിന്റെ ഒരു രാഷ്ട്രീയം. ഇതാണ് ചോയ്സ്.